Hi all, let's discuss an important question from your textbook. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. Prove that circles drawn on the equal sides of an isosceles triangle as diameter passes through the midpoint of the third side. ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഡയഗണൽ ആയിട്ട് വരയ്ക്കുന്ന രണ്ട് സർക്കിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ആണ് എ ബിയും എ സി. അത് ഡയഗണലായി വരയ്ക്കുന്ന രണ്ട് സർക്കിൾസ് ആണ് നമ്മുടെ തന്നിരിക്കുന്നത്, ഈ സർക്കിളും ഈ സർക്കിളും. അതായത് എ ബി എന്ന് പറയുന്നത് ഡയഗണൽ ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്, എ സി ഡയഗണൽ ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്, എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ തേർഡ് സൈഡായ ബി സിയുടെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയിരിക്കും. അവിടെ സർക്കിൾസ് ജോയിൻ ചെയ്യും, രണ്ട് സർക്കിൾസും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഈ പോയിന്റ് ലെറ്റ് ഇറ്റ് ബി എം. എം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് സർക്കിൾസ്, രണ്ട് സർക്കിൾസും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ബി സി എന്ന് പറയുന്ന തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ബി എം ഈക്വൽ ടു എം സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ ചെയ്യാം? പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പോയിന്റ്സ് എയും എമ്മും കൂടിയിട്ട് താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ട്രയാങ്കിൾ എ ബി എമ്മും മറ്റൊരു ട്രയാങ്കിൾ എ എം സിയുമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ പ്രകാരം രണ്ടും ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. therefore എ ബി ഈക്വൽ ടു എ സി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യേണ്ടത് സെൻട്രൽ ആംഗിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ സെൻട്രൽ ആംഗിളിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഡയഗണലിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ഈ ആർക്ക് എ സി എന്ന് പറയുന്ന ഈ ആർക്ക് ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും, അതായത് എ എം സി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. ഒരു സെമി സർക്കിൾ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും എന്താണ്? 90 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. ഡയഗണൽ കോഡായിട്ടുള്ള ഒരു സർക്കിളിന്റെ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ആർക്ക് ഉണ്ടാക്കുന്ന എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. സിമിലർ കേസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണെന്ന് കരുതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം ഇൻ ട്രയാങ്കിൾ എ ബി എം. നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അത് പ്രകാരം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന എ ബി എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്, ഇത് ബേസ് ആണ്, ഇതെന്താണ്? ആൾട്ടിറ്റ്യൂഡ് ആണ്. പൈതഗോറസ് തിയറം പ്രകാരം ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. നമുക്ക് കിട്ടേണ്ടത് ബേസ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ബി എം സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി സ്ക്വയർ മൈനസ് എ എം സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ബി എം സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ മൈനസ് എ എം സ്ക്വയർ ആണ്. ഓക്കെ, നമുക്കറിയാം എ ബി ഈക്വൽ ടു എ സി ആണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ എഴുതി? എ സി സ്ക്വയർ മൈനസ് എ എം സ്ക്വയർ ആണ്. ഓക്കെ, എ സി സ്ക്വയർ മൈനസ് എ എം സ്ക്വയർ. ട്രയാങ്കിൾ എ എം സി പ്രകാരം, ഈ ട്രയാങ്കിൾ പ്രകാരം ഇത് എന്താണ്? എ സി സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എം സി സ്ക്വയർ ആണ് അല്ലെ. ഈ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് ബി എം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എം സി സ്ക്വയർ ആണ്. ബി എം എന്ന് പറയുന്നത് എന്താണ്? എം സി ആണ് അല്ലെ. ബി എം എന്ന് പറയുന്നത് എം സി ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ടെണ്ണം ഈക്വൽ ആണ് അല്ലെ, ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. Both circle passes through the midpoint of the third side. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. Both circles passes through the midpoint third side, hence proof. അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനും കൂടുതൽ ഇൻഫർമേഷനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.